I don't believe it! Adam is taunting Zeus! It is undaunted! 2012 ലോകാവസാനത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് വലുതായിട്ട് ഓർമ്മയൊന്നുമില്ല. പക്ഷേ അന്നത്തെ വേനലവധിക്ക് ഞാൻ നാട്ടിൽ പോയപ്പോൾ സ്റ്റാർ മൂവീസിൽ ഞാനൊരു സിനിമ കണ്ടായിരുന്നു. കുറച്ച് റോബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു അച്ഛനും മോനൊക്കെ ഉള്ള ഒരു ഭയങ്കര കിഡിലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പടം. അത് അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീലുണ്ട്. അത് ഞാനിത് ഇന്ന് ഈ നിമിഷം വരെ മറന്നിട്ടില്ല. എൻ്റെ പീക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. കാരണം യജാതി പടം എൻ്റെ പോക്കിട്ടില്ലേ. നമ്മൾ കുറച്ചായിട്ട് ഡാർക്കായിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നൊരു പൊതു പരാതി കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇതുപോലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് പടം എടുത്ത്. ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. ഓക്കെ, അത് നെസസറിലി നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ വീഡിയോ മൊത്തം കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനെ നിങ്ങൾ ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾ പോയി റിയൽ സ്റ്റീൽ ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടെ കാണുന്നേ, നല്ല രസമുണ്ടാവും സത്യം. സോ അധികം പറയുന്നത് കിട്ടുന്നില്ല. ദിസ് സിനിമ സ്റ്റിൽ വി ഗോണ ടോക്ക് അബൌട്ട് റിയൽ സ്റ്റീൽ. ഐ മീൻ ദ റിയൽ സ്റ്റീൽ. പടം തുടങ്ങുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ചാർലിയെ കാണിച്ചിട്ടാണ്. ചാർലി അവൻ്റെ ട്രക്കുമായി ഒരു കാർണിവൽ നടക്കുന്ന ഒരു സ്ഥലത്തിലോട്ട് ഓടിച്ചു പോവുകയാണ്. രാത്രി മൊത്തം വണ്ടി ഓടിച്ച് ഇവനും ക്ഷീണം കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. നേരം വെളുക്കേണ്ട താമസം ഇവൻ കാശ് കൊടുക്കാനുള്ള ആൾക്കാർ ഇവനെ തരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവരുടെ എൻ്റെ $30,000 നീ കളിക്കുക. ഹേ ജാക്ക് 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 ടെൻഷൻ ആവില്ല. എടാ ജാക്ക് അല്ലടാ, ഇത് ബില്ലാണ്, ബിൽ. നീ അവനും കാശ് കൊടുക്കാനുണ്ടോ? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. കാശ് റെഡിയാണ്, നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട താമസം ഉള്ളൂ. ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ച്. അപ്പോൾ ഇവിടെ കാർണിവൽ കാണാൻ വേണ്ടി വന്ന 3 പെൺകുട്ടികൾ അങ്കിളെ ഇതാണോ ആംബുഷ് എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുന്നു. അതേലോ കാണണോ എന്നും പറഞ്ഞ് ഇവൻ ആംബുഷിനെ വെളിയിലോട്ട് എടുക്കുന്നു. ഈ ആംബുഷ് എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു റോബോട്ടാണ്. അതിലൊരു പെൺകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതിന് $5 തരണേ. ഒരു ഫോട്ടോയ്ക്കോ? $5? താമ്പോടോ കോപ്പേ എന്നും പറഞ്ഞ് പിള്ളേർ അവിടെ നടന്നുപോയി. അല്ല വേണ്ട പോട്ടെ, വാ $3 താമ്പോടു. അറ്റ്ലീസ്റ്റ് ഒരു 2.5 പിള്ളേർ അവിടെ നിന്ന് നടന്നുപോയി. സോ ഇവൻ കൊണ്ട് നീ റോബോട്ടിനെ വെച്ച് വേറെ റോബോട്ടുമായിട്ടുള്ള റോബോ തല്ലാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി. അവിടെ വലിയൊരു കാളെ വെച്ചിട്ട് ഒരു ബുൾ ഫൈറ്റ് പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഫൈറ്റ് നടത്തുന്നത് ഇവനാണ് റിക്കി. ഇതൊരു മാതിരി മറ്റടുത്ത ചറ്റത്തരമായി പോയി. ഏതോ 800 പൗണ്ടുള്ള ബുള്ളിനെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിനെ കണ്ട 2000 പൗണ്ട് ഉണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, കളിച്ച് ജയിക്കുവാണെങ്കിൽ കാശ് തരാം. എന്നാൽ പിന്നെ എൻ്റെ റോബോ നിന്റെ ബുള്ളിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ടേബിളിൽ $20,000 വെക്കണം. പറ്റുമോ? പോക്കറ്റിനകത്ത് $20,000 വെച്ചിട്ട് പറയുന്ന പോലെ ഉണ്ടല്ലോ. എനിവേസ് ഞാൻ റെഡി. പക്ഷെ എന്നെങ്ങാനും പറ്റിച്ച് ഇവിടുന്ന് കടന്നു കളയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ, നിന്നെ തേടി വന്ന് ഞാൻ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞൊരു വാർണിംഗ് കൊടുത്തിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കാളെ റോബോയും അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞടിയാണ്. ആംബുഷിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർലിയാണ് ത്രൂ എ റിമോട്ട് കൺട്രോൾ. തുടക്കത്തിലൊക്കെ ആംബുഷ് മറ്റേ കാളനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഇടയിൽ വെച്ച് ചാർലിയുടെ കോൺസെൻട്രേഷൻ ഒന്ന് പാളി. ഗാലറിയിൽ ഉണ്ടായിരുന്ന ഒരു പെങ്കുച്ച് ഇവനെ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്തു. ആ ഗ്യാപ്പിൽ പാഞ്ഞു വന്ന കാള ആംബുഷിന്റെ കാലെടുത്ത് പറിച്ചു കളഞ്ഞു. ഒറ്റക്കാല് വെച്ച് ആംബുഷിനെ കൊണ്ട് ചാർലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാള അതിനെ കുത്തി മേഞ്ഞ് കോളമാക്കി വിടുന്നു. അങ്ങനെ മാച്ചിൽ കാള ജയിക്കുന്നു. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികൾ ഈ തെറിച്ചു പോയ നമ്മുടെ ആംബുഷിന്റെ കാലെടുത്തോണ്ട് പോകാൻ നോക്കുന്നു. ആ കാലിങ് തന്നിട്ട് പോകും, എങ്ങോട്ടോ കൊണ്ടുപോകുന്നത്? $5 തന്നിട്ട് എടുത്തോണ്ട് പോക്കോ എന്നും പറഞ്ഞ് പിള്ളേര്. ചാർലി അപ്പം ഇങ്ങനെ ക്യാഷ് റെഡി അല്ലേ, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നിട്ട് കളക്ട് ചെയ്യാം ഓക്കെ എന്ന് റിക്കി. സാധനം എല്ലാം പൊട്ടിക്കെട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ചാർലി ഇരിക്കുന്നത്. ആ സമയം ഇവന്റെ അടുത്തേക്ക് 2 ആളുകൾ ഓടി വരുന്നു. ഇവനത് റിക്കിയുടെ ആളുകളായിരിക്കും എന്ന് ഓർത്തിട്ട് അവരെ തല്ലി. പിന്നീടാണ് വിഷയം പറയുന്നത്. അതായത് ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് മരിച്ചുപോയി. തുടർന്ന് ഇവരുടെ മകൻ 11 വയസ്സുള്ള മാക്സ് ഇപ്പൊ കോടതിയിലാണ്. സോ ആ കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. റിക്കി അങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്ന് നോക്കുമ്പോഴേക്കും തന്നെ ചാർലി അവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞു. ഇവനാണ് ചാർലിയുടെ മകനായിട്ടുള്ള മാക്സിനെ ഇവന്റെ അമ്മയുടെ പെങ്ങള് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രശ്നം അമ്മയുടെ മരണശേഷം ഇവനെ ആര് നോക്കണം എന്നൊരു കാര്യത്തിൽ ആരും എവിടെയും തീരുമാനിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്സ് ജനിച്ചപ്പോൾ തന്നെ അവനിൽ തനിക്കൊരു അവകാശം വേണ്ട എന്ന് പറഞ്ഞ് ചാർലി എഴുതി കൊടുത്തായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവന്റെ അച്ഛന്റെ അഭിപ്രായത്തിനും ഇവിടെ വാല്യൂ ഉണ്ട്. അതറിയാൻ വേണ്ടിയാണ് കോടതി ചാർലിയെ വിളിച്ചേക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്ന പൂത്ത കാശുള്ള ടീമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ചാർലി അവന്റെ കളി തുടങ്ങി. യുവർ ഓണർ, എനിക്ക് എന്റെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. ഫോൺ ചെയ്യാൻ വേണ്ടി വെളിലോട്ട് വന്ന ചാർലിയുടെ അടുത്തോട്ട് മറ്റേ ആ പെണ്ണിന്റെ ഭർത്താവ് വരുന്നുണ്ട്. ചാർലി, മാക്സിനെ ഞങ്ങൾക്ക് ദത്തെടുത്താൽ കൊള്ളാൻ നല്ല ആഗ്രഹമുണ്ട്. $75,000 $75,000 തരുവാണെങ്കിൽ കൊച്ചിനെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. അതിന് അയാളും ഓക്കെ ഡൺ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഇറ്റലി പോവാണ്. സമ്മർ കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അതുവരെ കുട്ടിയെ നീ നോക്കണം. അങ്ങനെയാണെങ്കിൽ $1,00,000 തരേണ്ടി വരും എന്നിവൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇറ്റലി പരിപാടി നടക്കും. കുട്ടിയെ കുറച്ചാളെ എനിക്ക് നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം. എന്നിട്ട് നിങ്ങൾ എന്നെ വന്ന് കൺവിൻസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ആ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ നിങ്ങൾ ഹീറോവും. സോ ഈസി. ഓക്കെ ഗ്രേറ്റ്. പക്ഷേ ഈ ഒരു ക്യാഷിന്റെ വിഷയം അവൾ ഒരിക്കലും അറിയരുത്. ഓഫ് കോഴ്സ് ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയായിരുന്നാൽ മതി. പകുതി, അതായത് $50,000 ഇപ്പൊ തരാം. ബാക്കി പകുതി ഞങ്ങൾ അവനെ കൂട്ടിയിട്ട് പോകുന്ന
ബോംബ് തരാം, ഓക്കെ ആണല്ലോ? ഓക്കെ റെഡി എന്നും പറഞ്ഞിട്ട് സ്വന്തം മകനെ വിറ്റ് കാശാക്കുകയാണ് ചാർലി ഇവിടെ. ഇപ്പൊ $50,000 കയ്യിൽ കിട്ടി. ഇവന്റെ ആ ഒരു ഉണ്ടായിരുന്ന ആംബുഷ് റോബോട്ടും ഇല്ലാതായിട്ടുണ്ട്. സോ പുതിയ ഒരെണ്ണം വാങ്ങാമെന്ന് തീരുമാനിച്ച് ഒരെണ്ണത്തിന് ഓർഡർ കൊടുക്കുന്നു. നിങ്ങൾ അതിനെ നേരെ ജിമ്മിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ആ ഫോൺ വെച്ച് ജിമ്മിലോട്ട് പോവുകയാണ്. ഈ ജിമ്മിലാണ് ഇവന്റെ കുടിയും താമസവും എല്ലാം തന്നെ. ഇത് ആക്ച്വലി ഇവന്റെ കോച്ചിന്റെ ജിമ്മായിരുന്നു. ചാർലി പണ്ടത്തെ ഒരു ബോക്സറൊക്കെ ആയിരുന്നു കാര്യം പറഞ്ഞ. പക്ഷെ ആളുകൾക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് പോയതിനെ തുടർന്ന് പുള്ളി അവർ കരിയർ വിട്ടിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുകയാണ്. അവന് നേരെ ജിമ്മിലോട്ട് വരുന്നു. ആ ജിമ്മ് പക്ഷേ ജിമ്മ് പോലും ഇല്ല, ഒരു മെക്കാനിക്കൽ ഷോപ്പ് പോലെ ഉണ്ട്. ഇതാണ് ബെയ്ലി, ഇവന്റെ ഗേൾഫ്രണ്ടും പോരാത്തതിന് ഇവന്റെ കോച്ചിന്റെ മകളുമാണ്. ചാർലി, $6,000 ഇവിടുത്തെ റെന്റ് കൊടുക്കാൻ വക്കില്ലാത്ത നിനക്ക് $45,000 റോബോട്ട് വാങ്ങാൻ ഇവിടുന്ന് കാശ് കിട്ടിയേ? നീ എന്താ വല്ല ബ്ലാക്ക് മാർക്കറ്റ് പരിപാടിയാണ് പിടിച്ചേക്കുന്നത്, അതും എന്റെ ജിമ്മിന്റെ മുമ്പിൽ എന്നും പറഞ്ഞ് വന്നതും ഇവനെ കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുവാണ് ബെയ്ലി. ചാർലി, ഇത് സീരിയസ് ആണ്, ഞാനിത് ശരിക്കും വിറ്റാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി നിന്റെ അച്ഛന്റെ ജിമ്മാണ് ഇത്, നീ വിൽക്കാനാണ് നിന്റെ പ്ലാൻ? പിന്നെ നീ ഒന്നും തരുന്നില്ല, കാശില്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ ടെൻഷൻ അടിക്കണം, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് പറഞ്ഞിട്ട് ഇവൻ വെളിയിലോട്ട് വരുന്നു. അപ്പോൾ അവിടേക്ക് മാത്സിനെ കൊണ്ടുവിട്ട് അവന്റെ കയ്യിൽ $50,000 കൊടുത്തിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അപ്പനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹായ്, ഞാനാ ചാർലി. അവരെങ്ങോട്ടാ പോകുന്നത്? അവർ മറ്റേ ഇത്തിരി വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞത്. അതുവരെ എൻ്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടേക്ക് ബെയിലി വന്ന് ദേ ആ റോബോട്ടിന് വിൽക്കാൻ വന്നതെന്ന് അവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. നീ വേഗം കൊണ്ട് കാശ് കൊടുത്തേ. 50,000 നിന്ന് 5,000 മാറ്റി വെച്ചിട്ട് 40,000 അവളുടെ കയ്യിലോട്ട് അവൻ കൊടുക്കുന്നു. ഈ ക്യാഷ് കണ്ടതും മാത്സിന്റെ കാര്യം മനസ്സിലായി. നിങ്ങൾ എന്നെ വിറ്റു അല്ലേടോ തന്തേ എന്നും പറഞ്ഞിട്ട് അവൻ. ഹായ്, ഞാൻ ബെയിലി എന്ന് പറഞ്ഞു ഇവള്. മാത്സ് കെൻറ്റൺ എന്നിവൻ. മാത്സോ അല്ല ഈ മാത്സ് നീ എടാ നിന്റെ അതെ അവൻ തന്നെ. ഇനി നീ പോയി വേഗം കാശ് കൊടുത്തിട്ട് വാന്ന് പറഞ്ഞ് ചാർലി അവളെ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ എന്നെ എത്ര രൂപയ്ക്കാണ് വിറ്റേ എന്ന് ചോദിച്ചപ്പോൾ $50,000 എന്ന് ചാർലി പറഞ്ഞു. എന്നാൽ അതിന്റെ പകുതി എനിക്ക് വേണം, അത് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാം, ബുദ്ധിമുട്ടാകത്തില്ല. നിന്നെ അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല, നിന്നെ നോക്കാനും ചേർത്ത് ഈ കാശ് തന്നെ. ശരിയെന്ന് പറഞ്ഞ് ഇവനും ജിമ്മിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. അപ്പോൾ പുതിയ റോബോട്ടായിട്ടുള്ള നോയ്സി ബോയ് അവിടെ ഡെലിവർ ആയി കഴിഞ്ഞു. മാത്സ് ഇതിനെ കണ്ടതും ഭയങ്കര എക്സൈറ്റ് ആവുന്നു. കാരണം ഇവൻ ഈ ഒരു മറ്റേ റോബോ ബോക്സിംഗ് പരിപാടിയിൽ നല്ല താല്പര്യമുണ്ട്. ഇത് നോയ്സി ബോയ് അല്ലേ 2016 ചാമ്പ്യൻ? ആ നോക്കൗട്ട് മാച്ച് ഞാനൊരു 10-20 വട്ടം കണ്ടിട്ടുണ്ടോ? അപ്പോഴേക്കും ചാർലി ആ ഒരു നോയ്സി ബോയിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പണ്ടത്തെ പോലെയല്ലേ, ഇതിലിപ്പോൾ വോയിസ് റെക്കഗ്നേഷനും ഉണ്ട്. അത് ഒറിജിനൽ ഇല്ലാത്തതായിരുന്നല്ലോ. അതിന് ചാർലിയും ഇല്ലായിരുന്നു, ഇത് മെക്സിക്കോയിൽ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ അവിടെയുള്ളവന്മാർ ആഡ് ചെയ്ത ഫീച്ചറാ, ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനും ലെഫ്റ്റ് അപ്പർ കട്ട് എന്നങ്ങ് പറയുന്നു. പക്ഷെ ഒരു റിയാക്ഷനും ഇല്ല. ഓ തൊലഞ്ഞ് ഇതെന്തോ ഫോൾട്ടി സാധനമാണ്. ചാർലി നീ ടെൻഷൻ ആവാതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ബെയിലി. അപ്പൊ നമ്മുടെ മാത്സ് അത് ജാപ്പനീസോ? നിനക്ക് ജാപ്പനീസ് അറിയോ? നിനക്ക് എങ്ങനെ ജാപ്പനീസ് അറിയുന്നത് എന്നിവൻ ചാർലി. വീഡിയോ ഗെയിംസ് ജാപ്പനീസ് ബൂട്ട്ലെഗ്സ് ആണ് ഓൾവേസ് ബെറ്റർ. അപ്പോഴേക്കും ബെയിലി അതിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നു. ഇപ്പോൾ നോയ്സി ബോയ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് കോംബോ മൂവ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ ബെയിലി, ഞാൻ അവനെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വേഗം വരാം എന്നും പറഞ്ഞിട്ട് ചാർലി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ മാത്സ് ആണെങ്കിൽ ട്രക്കിന്റെ ചാവി പിടിച്ചിട്ട് എന്നെ കൂട്ടിയിട്ട് പോയാലും ഞാനത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. നിന്നെ ഒന്നും കൂട്ടിയിട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല, നീ ഇവിടെ ബെയിലിയുടെ കൂടെ നിന്നാൽ മതി. അയ്യോ എൻ്റെ കയ്യിൽ നീ ചാവി അറിയാണ്ട് ഡിച്ചിലോട്ട് പോയി എന്നെ എന്നും പറഞ്ഞു മാത്സ്. ഡേ ശരി കൊണ്ടുപോവാ നീ കയറിക്കോ, വണ്ടി കയറിക്കോ. തുടർന്ന് വേറെ വഴിയില്ലാതെ അവനെയും കൂട്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ടാവുകയാണ് ചാർലി. തുടർന്ന് ഇവർ രണ്ടുപേരും നോയ്സി ബോയെ കൂട്ടിയിട്ട് ക്രേസി പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് വരികയാണ്. ഇതൊരു ലീഗൽ ഫൈറ്റ് കോമ്പറ്റീഷൻ അല്ല, പകരം മറ്റേ ബെറ്റിങ്ങും മറ്റേ പരിപാടിയെല്ലാം ആയിട്ട് ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ്. അവിടുത്തെ ഫൈറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഫിന്നാണ്. ഫിന്നിന് ചാർലി നല്ലപോലെ അറിയാം. ചാർലി ഇതാരും നോയ്സി ബോയോ? ശരിക്കും അണ്ടർഗാർഡ് ഫൈറ്റ് എടുത്താൽ കൺഫേം $5,000 കിട്ടും. പിന്നീട് അങ്ങോട്ട് പോകുന്ന ഓരോ റൗണ്ടിനും $1,000 വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. തോക്കുന്നവരെ നമുക്ക് നോക്കാം. കം ഓൺ ഫിൻ, ഇത് നോയ്സി ബോയ് ആണ്, ഒറിജിനൽ ജാപ്പനീസ് ടക്മഷിഡോ ബോട്ട്. വേൾഡ് ലീഗ് ടൈറ്റിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഇവന് മെയിൻ ഇവന്റിൽ കുറച്ച് എന്ത് നീ കൊടുക്കും? മെയിൻ ഇവന്റ് എനിക്കതാ വേണ്ടേ എന്നിവൻ. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഫിന്ന് നീ മൈഡസിനെ ഫൈറ്റ് ചെയ്യുക, $50,000 ഗ്യാരണ്ടീഡ്. ജയിക്കുന്ന ആൾക്ക് ഫുള്ളും കിട്ടും. അപ്പോൾ മാത്സ് പറയുന്നുണ്ട് വേണ്ട മെയിൻ ഇവന്റ് വേണ്ട, നമുക്ക് വല്ല അണ്ടർകാർഡ് ഫൈറ്റ് എടുക്കാം, അതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. ഒരു മിനിറ്റ് പോനെ, ഇവിടെ നമ്മളില്ല, ഞാൻ ആ മൈഡസിനെ ഫൈറ്റ് ചെയ്യുന്ന $50,000 കൊണ്ട് ഇവിടുന്ന് പോകുന്നു കേട്ടല്ലോ എന്നും പറഞ്ഞ് മൈഡസുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിന് എഗ്രി ചെയ്യുന്നു. തുടർന്ന് ഫിന്നും ആ ഒരു മാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എക്സൈറ്റ് ആവുന്നു. ഇതാണ് മൈറ്റി മൈഡസ്. ഇവനെ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. മാച്ചും സ്റ്റാർട്ട് ആവുന്നു. നോയ്സി ബോയുടെ ആദ്യത്തെ പഞ്ച് തന്നെ പക്കയായിട്ട് ലാൻഡ് ആവുന്നു. പിന്നീട് അങ്ങോട്ട് പോയ എല്ലാ പഞ്ചും കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് അവിടെ മറ്റേ മൈഡസിനെ ഓവർ പവർ ചെയ്യുന്നുണ്ട് നോയ്സി ബോയ്. കണ്ടോടെ ഇറക്കുക, ഇത് വിട്ടിട്ടാണ് എന്നോട് നീ അണ്ടർകാർഡ് എടുക്കാൻ പറഞ്ഞല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് മൈഡസ് ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് അടിയുണ്ട് മോനെ, അടിയോടടി. നോയ്സി ബോയെ കോർണറിലിട്ടിട്ട് പകുന്ന് അടിച്ചു വിടുന്നുണ്ട്. ഹേ അത് ഇല്ലീഗൽ മൂവാണ് എന്ന് മാത്സ് പറയുമ്പോൾ ഇവിടെ അങ്ങനത്തെ ലീഗൽ പരിപാടിയൊന്നും ഇല്ല. ചാർലിക്ക് നോയ്സി ബോയുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ കമാൻഡ്സ് ഒന്നും അറിയാത്തതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. തുടർന്ന് മൈഡസിന്റെ എല്ലാ പഞ്ചും ലാൻഡായി അവന്റെ ഒരു കൈ തന്നെ പിഴുതെറിയുന്നു. ലാസ്റ്റ് മൈഡസ് ഒരു അപ്പർ കട്ട് കൊടുക്കുമ്പോൾ നോയ്സി ബോയുടെ തല തീർച്ചങ്ങ് പോകുന്നുണ്ട്. സോ കളിയും തോറ്റു, നോയ്സി ബോയും ഇല്ലാണ്ടായി. കളി കഴിഞ്ഞതും മാച്ച് ചാർലിയോട് ഞാൻ അപ്പോഴും പറഞ്ഞു മെയിൻ ഇവന്റ് വേണ്ട, അണ്ടർകാർഡ് മതി എന്ന്. നിങ്ങൾക്ക് ഇവന്റെ കോംബോ മൂവ്സ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല. നീ ഇങ്ങനെ പീത്താൻ മാത്രം ഇവന്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. നോയ്സി ബോയ് ഉണ്ടായിരുന്നതിലെ ഏറ്റവും കിടിലം ബോട്ടുകളിൽ ഒന്നാണെന്നല്ല ആയിരുന്നു പണ്ട് ലീഗിൽ. ഇവിടെ അങ്ങനെയുള്ള മികച്ച റോബോട്ടുകൾക്ക് ഇടവില്ല. അപ്പൊ ഇങ്ങനെ ഇവനെ വലിച്ചെറിയലല്ലേ, നിങ്ങൾക്ക് വേണ്ടാത്തതിനെ വലിച്ചെറിയലാണല്ലോ നിങ്ങളുടെ ശീലം എന്ന് മാത്സ്. ആ ചോദ്യത്തിലുണ്ടായിരുന്ന
കുത്തിൽ ചാർലിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. നിന്റെ ഈ ചെറിയ വയലിൽ വലിയ വർത്താനം വേണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞ് ഇവനോട് വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. ക്രേസി പാലസ് നോയ്സി ബോർഡ് ആ ഒരു തെറിച്ചുപോയ തലയുണ്ടല്ലോ അത് ചോദിച്ചു വാങ്ങുന്നു. അതിന് $4000 കൊടുക്കുന്നു. അതിനെ പാലസിന് മുകളിൽ അവന്മാർ വെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവർ നേരെ ചെല്ലുന്ന മെറ്റൽ വാലി എന്ന് പറയുന്ന ഒരു ഇടത്തിലോട്ടാണ്. അത് ബേസിക്കലി ഒരു ജങ്ക്യാർഡാണ്. എസ്പെഷ്യലി ഈ റോബോട്ട്സിന്റെ പാർട്സും അങ്ങനെയുള്ള പരിപാടിയെല്ലാം കിട്ടുന്ന രീതിയിലുള്ളത്. അന്ന് രാത്രി ആരും കാണാതെ ഇവർ ആ ഒരു ജങ്ക്യാർഡിലോട്ട് കയറുന്നു. കാരണം ലീഗലായിട്ട് അതിനകത്തോട്ട് കയറണമെങ്കിൽ നൂലാമാല കുറേ ഉണ്ട്. സോ ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ കയറി നോയ്സി ബോയിൽ ഡാമേജ് ആയ പാർട്സ് എല്ലാം റീപ്ലേസ് ചെയ്യാൻ വല്ല സാധനം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറി തപ്പുന്നത്. നോയ്സി ബോയുടെ തല പോയി, ഇനി അടുത്ത് വല്ല തല കിട്ടുമോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ ഒരു ജനറേഷൻ 1 റോബോയുടെ തലയിരിക്കുന്നത്. എൻ്റെ ഇതുപോലത്തെയുള്ള റോബോട്ടൊന്നും ഇപ്പോൾ വരാത്തെ എന്ന് പറഞ്ഞ് മാത്സ് വെക്കുമ്പോഴാണ് ഇവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ബോക്സിംഗ് ഇല്ലാതായതിൻ്റെ പ്രധാന കാരണം കാണുന്ന ഓഡിയൻസിന് അവർക്ക് കൂടുതൽ വയലൻസ് വേണമായിരുന്നു അത്ര. ബോക്സിംഗ് ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറമുള്ള വയലൻസ് അതിലുണ്ടാവില്ല. മെല്ലെ മെല്ലെ ആൾക്കാർ വരുന്നത് കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഈ ഒരു റോബോ ഫൈറ്റിംഗ് പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ പുതിയ ജനറേഷൻ വരുമ്പോഴും അവർക്ക് അത് മതി, പഴയത് വേണ്ട, അത്ര തന്നെ. സത്യം പറ, നിങ്ങൾക്ക് ഇപ്പോഴും ബോക്സിനോട് താല്പര്യം പോയിട്ടില്ലല്ലോ എന്ന് മാത്സ് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് സൂക്ഷിച്ച് നീ ബാക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ കുഴി അവിടെ ഉള്ളത്. ഓ ഇതെല്ലാം ഞാൻ വീണ എങ്ങനെ ഇരിക്കണം പറയേണ്ട താമസം ചെറുക്കം വീണു. അതാണെങ്കിൽ ഇങ്ങനെ നീണ്ടു പോവുക, നിൽക്കുന്ന മട്ടയില്ല. ബട്ട് ഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്ന ഏതോ റോബോന്റെ കയ്യിൽ തട്ടി അവൻ അവിടെ രക്ഷപ്പെടുന്നു. ചാർലിയും ഇവനെ വേഗം വന്ന് പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു വന്ന മാത്സ് ആ ഒരു ചെളി മാറ്റി നോക്കിയപ്പോൾ അതിലൊരു റോബോ ഉണ്ട്. കണ്ടിട്ട് ഏതാണ്ട് ഫുൾ റോബോ ബോഡിയോ അതിനകത്തുണ്ടെന്നാണ് ഇവന് തോന്നുന്നത്. ഇവൻ എൻ്റെ ജീവൻ രക്ഷിച്ച, നമുക്ക് ഇവനെ പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ പോടാ ഓപ്പേ, നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനാ, എനിക്കൊന്നും വയ്യ, നീ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോ എന്നും പറഞ്ഞിട്ട് ചാർലി അവിടെ നിന്ന് പോയി. ഇതേ തന്തയുടെ മോനായതുകൊണ്ട് വാശിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവൻ രാത്രി മൊത്തം ഇരുന്ന ആ ഒരു ചെളി മാറ്റി ആ റോബോനെ പുറത്തെടുത്ത് ഒരു കാർട്ടിലിട്ട് വലിച്ചു കൊണ്ടിരുന്നു. ഇവൻ കഷ്ടപ്പെട്ട് വലിച്ചു കൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് താണ്ട നമ്മുടെ ടോക്കിയോ ഡ്രിഫ്റ്റിൽ ഹാൻ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ അവിടെ നിൽക്കുന്നുണ്ട്. മാത്സ് ആണെങ്കിൽ നേരെ ചെന്നിട്ട് താനൊക്കെ ഒരു തന്തയാണോടോ തന്തേ എന്നും പറഞ്ഞിട്ട് 4 കുത്ത്. പടയപ്പ പോലെ പോയിട്ട് വന്ന നമ്മുടെ നോയ്സി പോയി പപ്പടമായിട്ട് വന്നത് കണ്ട് ബെയിലിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവൻ ചോദിക്കുന്നുണ്ട് ആംബിഷനെ ഇതിനെ പാർട്സ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അവൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ ഈ കരിയറിന് വേണ്ടി എൻ്റെ അച്ഛൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇപ്പം ഞാനും അച്ഛൻ്റെ എന്ന് പറയാൻ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ചാർലി, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല, നീ എന്ത് വേണം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ബെയിലി ഭയങ്കര ചൂടാവുന്നു. ശരി, അറ്റ്ലീസ്റ്റ് അവൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, അതെങ്കിലും നോക്ക് നീ. ബെയിലി നോക്കുകയാണ്, അതൊരു ജനറേഷൻ 2 സ്പാറിംഗ് ബോട്ടാണ്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു G2 കൺട്രോളർ വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഈ സ്പാറിംഗ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശരിക്കുള്ള ഫൈറ്റിംഗ് ബോട്ട്സ് അല്ല, പകരം ഈ ഫൈറ്റിംഗ് ബോട്ട്സിനെ ട്രെയിൻ ചെയ്യുന്ന ബോട്ടുകളാണ്, അതാണ് സ്പാറിംഗ് ബോട്ട്സ്. ഇതിനെ 4 സ്പാറിങ്ങിന് വിട്ടാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചാർലി. അത് സ്പാറിങ്ങിന് പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും, അത് എൻ്റെ ബോട്ടാ. കുഴിന്ന് എടുത്തുകൊണ്ട് വന്ന് നീ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പാർട്സ് അല്ല എൻ്റെയാ. 2 ഒട്ടന്മാരൊന്നും ഉണ്ടായിരിക്കും, ആദ്യം ഇത് ഓണാവുന്നുണ്ടോ നോക്കാന്ന് ബെയിലി. ചാർജ് ചെയ്തിട്ട് ഓണാക്കി നോക്കുമ്പോൾ ചെറുക്കൻ പയറ് പോലെ എഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല എതിരെ നിൽക്കുന്ന നമ്മുടെ മാത്സ് എന്താണോ ചെയ്യുന്നത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഷാഡോ ഫംഗ്ഷൻ ഉണ്ട്. എതിരെ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അത് പ്രിറ്റി മച്ച് റെയറാണ്, ഇപ്പോഴത്തെ ഒരു ബോട്ടിലും അതില്ല. നിന്റെ റോബോട്ടാണല്ലോ, പോയി ക്ലീൻ ചെയ്തിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് മാത്സിനെ പറഞ്ഞു വിടുന്നു. മാത്സും അവനെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അവൻ്റെ പേര് ആറ്റം എന്നാണെന്ന് ഇവൻ തിരിച്ചറിയുന്നത്. ഇവനെ ഫൈറ്റിൽ കൊണ്ടുപോയാലോ എന്ന് മാത്സ് ചോദിക്കുമ്പോൾ ഇവനെ ഫൈറ്റിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇതൊരു സ്പാറിംഗ് ബോട്ടാണ്. ഓരോ ബോട്ട്സിനെ ഫൈറ്റിംഗ് സ്റ്റൈലിനെ ഇമിറ്റേറ്റ് ചെയ്ത് മറ്റ് ബോട്ട്സുകൾ ട്രെയിനിങ് എടുക്കുന്ന ഒരു ഐറ്റം വരുന്നത്. ബേസിക്കലി അടിക്കാനല്ല, അടി കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റോബോട്ടാണത്. സാരമില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം എന്നും പറഞ്ഞ് മാത്സ് ഭയങ്കര വാശിയിൽ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കയ്യിൽ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം മാത്സിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ രാത്രിയിൽ ഈ ഷാഡോ ഫംഗ്ഷൻ ഇട്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നു. അവൻ പോകുന്ന വഴിയെല്ലാം തട്ടി മുട്ടി പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. അപ്പോൾ മാത്സ് ബെയിലിയോട് ചോദിക്കുന്നുണ്ട്, ചാർലി എത്ര നാളായിട്ട് അറിയാം എന്ന രീതിയിൽ. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഈ ഒരു ജിമ്മിൽ തന്നെയാണ് വളർന്നത്. എൻ്റെ അച്ഛൻ അവനെ ട്രെയിൻ ചെയ്തെടുത്ത്. ചാർലി ബോക്സ് ഇറങ്ങി കയറി കഴിഞ്ഞാൽ അവൻ വേറൊരാളാണ്. അവൻ ഫിയർലെസ് ആണ്, അവൻ ആരെയും പേടിയില്ല, അവൻ വിട്ടുകൊടുക്കത്തില്ല. അന്ന് വേൾഡിലെ നമ്പർ 2 ബോക്സറായിട്ടുള്ള നീക്കോ ടാൻഡിയെ വെറും ഒരു എന്താ പറയുക വാമപ്പ് മാച്ചിൽ വേർപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ഈ ചാർലി. അന്ന് പബ്ലിഷായ ആർട്ടിക്കിൾ അത്. നീക്കോ പുഷ്പം പോലെ ജയിക്കും എന്ന് വിചാരിച്ച ആ ഒരു ഗെയിം അതിങ്ങ് നീണ്ടു പോയി. അതെ, എന്നിട്ട് 12ാം റൗണ്ടിൽ അവൻ എന്നെ പഞ്ഞിക്കിട്ടു. പിന്നീട് അങ്ങോട്ടുള്ള 3 വർഷം അവൻ തന്നെയായിരുന്നു ചാമ്പ്യൻ, അൺഡിഫീറ്റഡ്. ചാർലി, നീ അവനെ 12 റൗണ്ട് കൊണ്ടുപോയി. നീ എത്ര പേരെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവനെ കൊണ്ട് നിന്നെ നോക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ജയമോ തോൽവിയോ മാറ്റിൽ ആരെങ്കിലും ഒരാൾ വീഴാത്ത പക്ഷം ഫൈറ്റ് തീർന്നിട്ടില്ലെന്നാണ് എൻ്റെ അച്ഛൻ പറയാറ്. അവിടെ കിട്ടിയതിൽ ഇവർ രണ്ടുപേരും ഫിന്നിനെ കാണാൻ വേണ്ടി പോവുകയാണ്, ആറ്റമിന് ഏതെങ്കിലും ഫൈറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് ലീഗിലെ ചാമ്പ്യൻ ആയിട്ടുള്ള സ്യൂസിന്റെ മാച്ച് അവിടെ നടക്കുന്നു എന്നറിയുന്നത്. ഇവരങ്ങോട്ട് കയറിയതും വൻ വിഷയം, വേൾഡ് ചാമ്പ്യൻ അല്ലയോ. ഇതുവരെ സ്യൂസിനെ ആരും ഡിഫീറ്റ് ചെയ്തിട്ടില്ല, അൺഡിഫീറ്റഡ് ചാമ്പ്യനാണ് റോബോട്ട്. ഇതാണ് സ്യൂസിന്റെ ഓണർ ഫാറ ലംകോവ. ഇവളും ഇവളുടെ അച്ഛനും എല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്യൂസിനെ ഉണ്ടാക്കുന്നത്. ഇതിനെ ഡിസൈൻ ചെയ്ത് വേറെ ആരുമല്ല, വേൾഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള ടക് മെഷീഡോ. ഇതേ ആള് തന്നെയാണ് മറ്റേ ആ ഒരു നോയ്സി ബോയും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടക് മെഷീഡോ, നിങ്ങളുടെ ക്രിയേഷനിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് റോബോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്യൂസ് സാധാ ഫൈറ്റിംഗ് ബോട്ട്സിനെ പോലെയല്ല. അത് ഏതെങ്കിലും ഫൈറ്റിംഗ് സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ ആ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് അതിനനുസരിച്ച് റീറൈറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി
ഈസിലി ഇംപ്രവൈസ് ചെയ്യും. ഓട്ടോണമസ് ആണ്, അതുകൊണ്ട് തന്നെ റിങ്ങിൽ ഇവനെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. സ്യൂസ് ഒന്നിനെ നോക്കിയാൽ അതിനെ കൊന്നിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം സൈഡിൽ നിന്ന് കാണുന്ന മാത്സ് ആണെങ്കിൽ വാ പൊളിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ ഫാനാണെന്ന് ഓർത്ത് ആ ഒരു ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ സ്യൂസിൻ്റെ ടീഷർട്ട് ഇവന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അവിടെ കേട്ടതിൽ ചാർലി ഫിന്നിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഫിന്ന് പറയുക, അളി എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നീ ഒരു ബാഡ് ബെറ്റാണ്, നിന്നിൽ ബെറ്റ് വെക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നും എനിക്കില്ല. മേ ബി നിന്റെ G2 കൊണ്ട് നീ വേണേൽ സൂയിലൊന്ന് പോയി നോക്ക്, അവിടെ എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവന് സൂയിൽ പോകാൻ പറയുന്നു. ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ചാർലിക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്, പക്ഷേ അതിലും കാര്യമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം ഈ ആറ്റത്തിനെ കൂട്ടിയിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സൂ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ ചെല്ലുകയാണ്. അവിടെ നോക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാം ഒരുമാതിരി ടെറർ ലുക്കിൽ, അപ്പോൾ മുടിയൊക്കെ സ്പൈക്ക് ചെയ്തിട്ട് കിങ് പിൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി വന്ന് ഇവരോട് സംസാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ബോട്ടിനെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുക, ഒരു റൗണ്ട് നിങ്ങൾ പിടിച്ചിരിക്കണം, ഒരു റൗണ്ട് 2 മിനിറ്റ് ആണ്, പിടിച്ചു നിന്നാൽ $100. അപ്പോൾ മാത്സ് അതുപോലെ നമുക്കൊന്ന് 2 റൗണ്ട് ആക്കാം, $500 ആക്കിയാലോ, ഏത് നിന്റെ ഈ ഡപ്പയോ, ഇത് ഒരു റൗണ്ട് പോലും താണ്ടത്തില്ല എന്ന് പറഞ്ഞു വേ. എന്ത് പറ്റി, പേടിച്ചു പോയോ എന്ന് പറഞ്ഞ മാത്സ്. എന്നാൽ ശരി നമുക്ക് നോക്കാം, നിന്റെ ഈ പാട്ട ഒരു റൗണ്ട് തികച്ച നിനക്ക് ഞാൻ $1000 തരാടാ, ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ ബാക്കി വരുന്നത് എന്താണോ അത് എനിക്കാ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫൈറ്റ് അനൗൺസ് ചെയ്യുന്നു. ഇതാണ് കിങ് പിന്റെ റോബോട്ടായിട്ടുള്ള മെട്രോ. ശരി മാറി, ഞാൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരാവശ്യമില്ല, ഇത് എൻ്റെ റോബോട്ട്, ഇതിനെ ഞാൻ കൺട്രോൾ ചെയ്യും എന്ന് ഇവൻ മാത്സ്. അങ്ങനെ ഫൈറ്റും സ്റ്റാർട്ട് ആവുന്നു. മാത്സ് നീ ആറ്റത്തിനെ നോക്കരുത്, ഒപ്പോണന്റിനെ നോക്കിയിട്ട് വേണം കൺട്രോൾ ചെയ്യാൻ. എടാ ബാക്കിലോട്ട് വലിയില്ലെങ്കിൽ കാല് വെച്ച് തന്നെ പിന്നെയും എന്ന് പറഞ്ഞ് താമസിക്കേണ്ട, അപ്പം തന്നെ കാല് വെച്ച് പിൻ ചെയ്യുന്നു. എന്നിട്ട് മെട്രോ അവൻ്റെ ഹാമർ വെച്ചിട്ട് അടിയോടടി. ചെറുക്കൻ കഷ്ടപ്പെടുന്നുണ്ട്, കാരണം വീഡിയോ ഗെയിംസിലുള്ള റെസ്പോൺസ് ടൈം അല്ല ഇവിടുത്തെ റിയൽ ടൈമിലുള്ള റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. സോ ഓരോ അടിയും പ്രിഡിക്റ്റ് ചെയ്തിട്ട് വേണം കൺട്രോൾ ചെയ്യാൻ, അത് ഇവനെയും കൊണ്ട് അറിയുന്നില്ല. സ്ലിപ്പ് റൈറ്റ്, ബാക്ക് സ്റ്റെപ്പ്, ഡക്ക്, യോ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഈ ഏത് അടിയാണോ അത് അതിന് മുമ്പേ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ചാർലി. മെട്രോ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടി എല്ലാം ഈ ആറ്റം കൊള്ളുന്നുണ്ട്. അപ്പോൾ അനൗൺസ് ചെയ്യുന്നു 30 സെക്കൻഡ് എന്ന്. ആ 30 സെക്കൻഡ് ബാക്കിയുള്ളൂ, ആ 30 സെക്കൻഡ് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. മോനെ വിട്ടേക്കല് $1000 ആണ്, വിട്ടേക്കലെന്ന് പറയേണ്ട താമസം അടിച്ചു വീണു. എഴുന്നേക്ക്, ഗെറ്റപ്പ് എന്ന് പറഞ്ഞ് മാത്സ് പറയുമ്പോൾ, ഡേ നീ റോബോട്ടിനോട് സംസാരിക്കുന്നത്, നിനക്ക് വല്ല അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചാർലി. അവിടെ ഉള്ള ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 5 4 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഗെറ്റ് അപ്പ് എന്ന് മാത്സ് വീണ്ടും പറഞ്ഞതും അത് എഴുന്നേക്കുന്നു. അങ്ങനെ ഇത് തോക്കാതെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഹേ പറ്റില്ല, 1 more, ഒരു റൗണ്ടും കൂടെ, ഡബിൾ ഓർ നത്തിങ്, ഒരു റൗണ്ടും കൂടെ, $2000 ഡീലാണോ? അപ്പോൾ മാത്സ് ഡീൽ. ഓക്കെ പയ്യൻ പറഞ്ഞു ഡീൽ, കം ഓൺ. $1000 നീ എന്തിനാടാ കൊണ്ട കളഞ്ഞ്? മാത്സ് ഉള്ളത് പറയാലോ, ഈ കാശിന് നല്ല അത്യാവശ്യമുണ്ട്. ഐ നോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മാത്സ് റെഡി ആവുന്നു. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോഴത്തെ പോലെ തന്നെ കാല് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവൻ ബാക്കിലോട്ട് വലിഞ്ഞ് ഒട്ടും വൈകിച്ചില്ല. മാത്സ് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഒരു ഡബിൾ അപ്പർക്കട്ട് അതിനങ്ങ് വെച്ചു കൊടുത്തു. അടിയുടെ ആഘാതം കൊണ്ടാന്ന് തോന്നുന്നു മെട്രോന്റെ സിസ്റ്റം തന്നെ അങ്ങ് ക്രാഷ് ആയിപ്പോയി. അങ്ങനെ ആ റൗണ്ട് തോക്കാതെ പിടിച്ചു നിന്നു എന്നതിനപ്പുറം എതിരെ നിന്നവനെ തോപ്പിച്ച് $2000 കൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഗാലറി ഉണ്ടായിരുന്ന ഒരുത്തൻ ഇവരുടെ അടുത്ത് വന്ന് ഒരു കാർഡ് കൊടുത്തിട്ട്, വരുന്ന ശനിയാഴ്ച ഒരു ഫൈറ്റ് ഉണ്ട്, നിങ്ങൾ ഇറങ്ങണം, 5000 ഗ്യാരണ്ടീഡ്, ജയിച്ച $7000 തരാം. അപ്പോൾ ചാർലി $4000 വന്നിരിക്കും എന്നും പറഞ്ഞു പോകുന്നു. ബെയിലിയുടെ അടുത്തും അന്ന് രാത്രി വിളിച്ചു പറയുന്നുണ്ട് ചെറുക്കൻ ജയിച്ചു എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ മാത്സ് ആണെങ്കിലോ ഉറങ്ങാതിരുന്ന് കഫേനും അടിച്ച് ഈ ഒരു നമ്മുടെ ആറ്റത്തിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ ആവുന്നു, ഇവൻ ഉറങ്ങാതിരുന്ന് ഈ പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രാവിലെ ഷാഡോ ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ട് ഇവൻ പാട്ടൊക്കെ ഇട്ട് റോബോട്ടുമായിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന ചാർലി ഇത് ഭയങ്കര കൗതുകമായിട്ട് നോക്കുന്നുണ്ട്, കാരണം റോബോട്ട് ഡാൻസ് കളിക്കുന്ന പരിപാടി ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇവനും അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, ആ ഡാൻസ് ആ റോബോട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് ഇതായിരുന്നു പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, ഇതിനേക്കാളും മുറ്റൊരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ജാബ് റൈറ്റ് അപ്പർകട്ട്. ഇവൻ എന്ത് ചെയ്തു, ആംബുഷിന്റെ സ്പിൻ ബോർഡും നോയ്സി ബോയുടെ സർക്യൂട്ട് സ്ലീവും വോയിസ് റെക്കഗ്നൈസേഷനും ഇതിലേക്ക് ആഡ് ചെയ്തു ആറ്റത്തിലേക്ക്. അതെങ്ങനെ 11 വയസ്സുള്ള ചെറുക്കൻ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി ആ ടൈമിൽ ഇത് റോബോട്ടിക്സ് ഒക്കെ ഭയങ്കര സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചെറുക്കൻ വൻ ജീനിയസാ. 11ാം വയസ്സിൽ ഞാൻ എന്നാ പണ്ണുമായിരുന്നു ദൈവത്തിനറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ വല്ല ചൈൽഡ്ഹുഡ് കിട്ടുവാണെങ്കിൽ മറ്റേ റോബോട്ടിനൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ചാർലി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം കളിച്ച ആ ഡാൻസ് ഉണ്ടല്ലോ അത് സാറ്റർഡേ ഫൈറ്റിലൊന്ന് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് കാണണം. സോ ഇത് അങ്ങനെ ഒരു സ്ഥിരം കാണുന്ന ഒരു ഐറ്റം അല്ല, വർക്കാകും എന്നൊക്കെ പറയുമ്പോൾ മാത്സ് ഡാൻസ് ഒക്കെ ആലോചിക്കട്ടെ, ഞാൻ ഡാൻസ് കളിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഇവനെ ബോക്സിംഗ് പഠിപ്പിക്കണം, പറ്റുമോ? കാരണം ഷാഡോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ളതിനെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ ആ ഒരു മൂവ്മെന്റ് സ്റ്റോർ ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഫൈറ്റിനകത്ത് നമുക്ക് ആ ഒരു ഷാഡോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്താലോ എന്ന രീതിയിലാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത്. ചാർലിക്ക് താല്പര്യമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്താലേ ഇവൻ ഡാൻസ് കളിക്കത്തുള്ളൂ എന്നൊരു വാശിപ്പുറത്ത് അവൻ സമ്മതിച്ചു കൊടുക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആ ഒരു ആറ്റത്തിന് ചാർലി ഈ ഒരു ബോക്സിംഗ് ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. കുറേ നാൾ മേലനങ്ങാതിരുന്ന് ഓരോരോ പഞ്ചിടുന്ന സമയത്ത് ഇവൻ്റെ ഷോൾഡറൊക്കെ വേനിക്കുന്നു. ആരുടെ? നമ്മുടെ ചാർലിയുടെ. അവിടെ കട്ടിയതിൽ വാക്ക് കൊടുത്ത പോലെ മാത്സും ആ ഒരു പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നു. ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നു, കാരണം അവർ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടിട്ടില്ല. ചാർലി ആണെങ്കിൽ അവൻ അറിയുന്ന എല്ലാ ഫൈറ്റിംഗ് മൂവ്സും ഈ പറയുന്ന ആറ്റത്തിന് പറഞ്ഞു കൊടുത്ത് അവൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഓരോ മൂവ്സും കോമ്പോസും. ആ കോമ്പോസ് എല്ലാം തന്നെ പിന്നീട് വരുന്ന ഫൈറ്റിൽ ഇവൻ യൂസ് ചെയ്യുന്നുണ്ട്. വോയിസ് കൺട്രോളിന് പുറമെ ഷാഡോ ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓഡിയൻസ് എക്സ്പീരിയൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ചെന്ന് ഓരോരുത്തരെ നോക്കൗട്ട് ചെയ്ത് ഇവർ അത്യാവശ്യം ഫേമസ് ആവുന്നുണ്ട്. റേഡിയോസിൽ വരെ ഇവരാണ് സംസാര വിഷയം. ഡാൻസ് കളിക്കുന്ന റോബോട്ട്, 11 വയസ്സുള്ള പയ്യൻ കൺട്രോൾ ചെയ്യുന്ന റോബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി ഇവർക്ക് കിട്ടുന്നു. കിട്ടിയ കാശിന് നല്ലൊരു ശതമാനം ബെയിലിക്ക് കൊടുക്കാനുള്ള കാശായിട്ട് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം വേറൊരു മാച്ച് തീർത്തിട്ട് ഇവർ
വരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇവിടെ WRB ലീഗ് മാച്ച് കളിക്കാൻ വേണ്ടി വിളിക്കുന്നു. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ് ആവുന്നു. ഒരു പടി കൂടുതൽ ചാർലി എക്സൈറ്റ് ആവുന്നു. ഇത് അണ്ടർഗ്രൗണ്ട് അല്ല, ചുമ്മാ കളിയല്ല, ഇത് ലീഗ് മാച്ചാണ്, സീരിയസ് ആയിട്ടിരിക്കണം, ടെൻഷൻ ആവരുത്, പേടിക്കേണ്ട, ഇത് ടെൻഷൻ ആവാതെ കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാച്ചിനോട് ടെൻഷൻ ആവേണ്ട, കൂളാവ് എന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര ടെൻഷനായി എക്സൈറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വന്നിട്ട് ഇവരെ ഫാറൽ ലെംകോവ കാണണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു പറയുന്നത്. ഈ ഫാറൽ ലെംകോവ ആരാണ്? സ്യൂസിന്റെ ഒരു ഓണറാണ്. അവരാണ് ഇവരെ കാണണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടേക്കുന്നത്. തുടർന്ന് ഇവർ രണ്ടുപേരും സ്യൂസിന്റെ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ അങ്ങോട്ട് ചെല്ലുന്നു. ഇവരങ്ങോട്ട് ചെന്ന പാടെ അവൾ എടുത്ത വയല പറയുന്നത്, നിങ്ങളുടെ ആ റോബോട്ടില്ലേ അതിനെ ഞങ്ങൾക്ക് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്യൂസിന് നല്ലൊരു സ്പാറിംഗ് പാർട്ണർ വേണം, അതിന് ഇത് കറക്റ്റ് ആയിരിക്കും. $200,000 എന്ന് ഇവളങ്ങ് വില പറയുന്നു. $200,000 എന്ന് കേട്ടപ്പോൾ ചാർലിയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു. പിന്നെന്താ വിറ്റേക്കാലോ എന്ന് ഇവൻ പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ഞാൻ വിൽക്കത്തില്ല എന്ന് മാത്സ്. ഹീസ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് മാത്സ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഈ സ്ത്രീയും ഈ മാച്ച് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ട്, ആ തുടങ്ങുന്നത് വരെ നിങ്ങളുടെ പക്കൽ സമയമുണ്ട്, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നിവള്. ചാർലിയും കൊണ്ട് പറ്റുന്ന പോലെ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാത്സ് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല, അവൻ വിൽക്കില്ല എന്നുള്ള വാശി തന്നെയാണ്. അങ്ങനെ മാച്ചും സ്റ്റാർട്ട് ആവുകയാണ്. ഒപ്പോണന്റ് എന്ന് പറയുന്നത് ട്വിൻ സിറ്റീസ് ആണ്. 2 തലയുള്ള ഒരു ബോട്ടാണ്. തല മാത്രമല്ല, ഈ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് 2 പേര് ചേർന്നിട്ട് പോവാ. ആറ്റമിനെ അനൗൺസ് ചെയ്യുന്നു. അവന്റെ എൻട്രി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ മാത്സിന്റെ ഡാൻസും ആയിട്ടാണ്. ഇവർ മുമ്പ് ഫൈറ്റ് ചെയ്ത പോലുള്ള പരിപാടിയൊന്നുമില്ല, ഇത് അത്യാവശ്യം സീരിയസ് ആണ്. കാരണം മുമ്പത്തെ പോലെ ഒരു കൺട്രോളർ മാത്രമല്ല, ഇവർക്ക് ഹോൾ ആയിട്ട് ഒരു കൺസോൾ യൂണിറ്റ്, ഒരു സ്റ്റേഷൻ തന്നെ ഉണ്ട്. ആ ബോട്ടിന്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാലും അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മുമ്പത്തെ ഫൈറ്റ് പോലെ ഈസി ആവത്തില്ല, ടഫാണ്. സോ പ്രാർത്ഥിക്കുക, ഐ എം സീരിയസ്, നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഫൈറ്റ് സ്റ്റാർട്ട് ആവുന്നു. ആദ്യത്തെ 2 അടി ആറ്റം കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പറന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുക. ഗാർഡ് ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ അവന്മാർ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചാർലി എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടിരിക്കാതെ എന്ന് ഇവൻ മാത്സ്. ഏതോ ബാറിലിരുന്ന് കളിയാണെന്ന് നമ്മുടെ ബെയിലി പറയുന്നതും സെയിം കാര്യം. എടാ ഇതിൽ എനിക്ക് വീക്ക് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഞാൻ നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. യെസ് കിട്ടി. ഇവന്റെ റൈറ്റ് പഞ്ചിന് ഒരു ഡിലേ ഉണ്ട്, അവിടെ എന്തോ തടസ്സമുള്ള പോലെ. കോർണറിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് മാറുന്ന നമ്മുടെ ആറ്റം ഇവനെ കോർണർ ആക്കിയിട്ട് അടിയോടടി. ട്വിൻ സിറ്റിയുടെ ആ ഒരു റൈറ്റ് ആമിൽ ആ ഒരു പഞ്ചിന്റെ ഡിലേ അവനെതിരെ തന്നെ അവൻ യൂസ് ചെയ്യാണ്. എന്നിട്ട് പഞ്ച് ലാൻഡ് ആവാത്ത രീതിയിൽ നേരെ അടുത്തോട്ട് ചെന്ന് അടിക്കാൻ തുടങ്ങുന്നു. കാരണം ട്വിൻ സിറ്റിയുടെ ആംസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അടിക്കുന്നു, ഗ്യാപ്പ് കൊടുക്കാതെ പിന്നെ അടിച്ചടിയിട്ട് ട്വിൻ സിറ്റിയുടെ ആ ഒരു സിസ്റ്റം തന്നെ ക്രാഷ് ആവുന്ന പോലെയായി. സ്പിൻ ലെഫ്റ്റ്, സ്പിൻ റൈറ്റ്, ട്വിൻ സിറ്റീസിന്റെ ട്വിൻ ഫലം കറങ്ങി പോകുന്നു. എന്നിട്ട് ഒരു റൈറ്റ് അപ്പർകട്ട് എന്ന് പറയുന്ന ഒരു അപ്പർകട്ട് കൊടുത്ത് നമ്മുടെ ട്വിൻ സിറ്റിനെ അവിടെ നിലത്തിടുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. എഴുന്നേക്കുന്നില്ല. ട്വിൻ സിറ്റി ഡിഫീറ്റ് ആയിരിക്കുകയാണ്. ആറ്റം ജയിച്ചിരിക്കുന്നു. 1 minute and 47 secondsനുള്ളിൽ ലീഗ് മാച്ചിൽ നോക്കൗട്ട്. ഹോസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഹോസ്റ്റിന്റെ മൈക്ക് തട്ടിപ്പിടുങ്ങി നമ്മുടെ മാച്ച് 2 വാക്ക് പറയുന്നുണ്ട്. ഗൈസ്, മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലാക്കിയില്ലേ? പക്ഷെ ഒരാളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു സ്ത്രീയോട്. ഫറാ ലെംകോവ. എന്റെ ആറ്റത്തിനെ വില കൊടുത്ത് വാങ്ങാന്ന് വിചാരിച്ചില്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തു, ആ ജ്യൂസിനെ തന്നെ ചാലഞ്ച് ചെയ്യുന്നു. പറ്റുമെങ്കിൽ ഒന്ന് തോപ്പിച്ച് നോക്ക് എന്നും പറഞ്ഞു. എനി ടൈം, എനി ഡേ, ഐ ആം റെഡി എന്നൊക്കെ പറയുന്ന പോലെ അവൻ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങ് ചാലഞ്ച് കൊടുത്തു. ഇത് കണ്ട് നമ്മുടെ ടക് മെഷീഡോ ആണെങ്കിലോ മണ്ടാരം നാണം കെടുത്തി എന്നുള്ള മട്ടിൽ അവൻ അവിടെ നിന്ന് പോയി. കളി കഴിഞ്ഞ് പോകുമ്പോൾ ക്യാഷ് എങ്ങനെയാ? 70-30 അല്ലേ? 70 എനിക്ക് 30 നിനക്ക് എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഭയങ്കര ജോളിയായിട്ട് സംസാരിച്ച് ഇവർ രണ്ടുപേരും പുറത്തോട്ട് വരുവാണ്. അങ്ങനെ ഇവർ വെളിയിലോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ റിക്കി നിൽക്കുന്നുണ്ട്, 2-3 ആൾക്കാരൊക്കെ കൂട്ടിയിട്ട്. റിക്കി പ്രശ്നം നോക്കണ്ട, എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ കാശ് തന്നേക്കാം എന്നിവൻ. അതിന് ഞാൻ കാശ് വാങ്ങാൻ വേണ്ടി വന്ന് നിന്നോടാരാ പറഞ്ഞ്? റിക്കിയെ പറ്റിച്ചാൽ എന്താകുമെന്ന് നീ അറിഞ്ഞിരിക്കണം എന്നും പറഞ്ഞ് ഇവനെ അടിക്കാൻ വേണ്ടിയാണ് ഇവ വന്നിരിക്കുന്നത്. മാച്ചിനെ കൂട്ടിയിട്ട് ചാർലി അവിടെ നിന്ന് രക്ഷോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. അവരിവനെ ഓടിച്ചിട്ട് പിടിച്ച് അടിക്കുന്നു. അടിക്കാൻ മാത്രമല്ല നമ്മുടെ മാത്സിന്റെ കയ്യിൽ നിന്ന് കാശും അമ്മമാർ തട്ടിപ്പിടിക്കുന്നുണ്ട്. ചാർലി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. ആൾക്കാരും കൂടുതലുണ്ട്, പിന്നെ ഇവന്റെ കൂടെ കുട്ടിയുണ്ട്. സോ അതുകൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വന്നവന്മാര് ചാർലിയെ നല്ല രീതിയിൽ അടിച്ചിടുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് ചാർലിയുടെ ഉള്ളിൽ ഒരു വലിയൊരു പേടി ഉണ്ടാക്കുകയാണ്. ഇനി എങ്ങാനും താൻ മൂലം എന്തെങ്കിലും ഒരു ആപത്ത് തന്റെ മകന് പറ്റുമോ എന്നൊരു പേടി. സോ മാത്സ് ഇനിയും കൂടെ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അവനെ അവന്റെ ആന്റിയുടെ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുവിടാൻ വേണ്ടി ഇവൻ തീരുമാനിക്കുന്നു. മാത്സിനെ ഇവിടെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് ഇവൻ അറിയത്തില്ലായിരുന്നു. അറിഞ്ഞ ഉടനെ മാത്സിന് ഭയങ്കര വിഷമമാവുന്നു. ചാർലി ആ നടന്ന വിഷയമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, കാശല്ലേ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആറ്റോ ആണെങ്കിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മാത്സ് ആവെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചാർലി കേൾക്കുന്നില്ല. മാത്സ് അത് ശരിയാവത്തില്ല, നീ എൻ്റെ കൂടെ ഒന്നും ഒട്ടും സേഫ് അല്ല, ലീഗലി ആണെങ്കിലും എനിക്ക് നിന്നെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, നീ ഇവരുടെ കൂടെ നിൽക്കണ്ടേ. മാത്സ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അവന് സാധനം എടുക്കാൻ വേണ്ടി ട്രക്കിലോട്ട് പോകുന്നു. ദെൻ മാത്സിന് തിരിച്ചു കൊണ്ടുവിടുമ്പോൾ ഇവന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ബാക്കി $50,000 ഉണ്ടല്ലോ, അത് നീട്ടിയപ്പോൾ ഇവ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. സോ അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി എന്നൊരു കാര്യം വ്യക്തമാണ്. മാത്സ് ആണെങ്കിൽ ഇവൻ പറയുന്നത് ചെവി കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു വരുന്നത്, എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് ചാർലി. ഒത്തിരി ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ഒന്ന് ഫൈറ്റെങ്കിലും ചെയ്തുകൂടെ, ഇത് ഒരേടിയായിട്ട് ഒന്നുമില്ലാതെ അങ്ങ് ഒഴിവാക്കി വിടുവല്ലേ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് മാത്സ് അവിടെ നിന്ന് പോവാണ്. മാത്സ് ഇല്ലാത്തതുകൊണ്ട് ആറ്റും അതേപോലെ തന്നെ ചാർലി മൂഡ് ഓഫിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ബെയിലി ചെന്ന് കണ്ട് സംസാരിച്ചപ്പോഴാണ് അവൾ പറയുന്നത്, ചാർലി നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. മാത്സ് നിന്നെ എങ്ങനെ നോക്കിയെന്ന് അറിയോ? ഞാൻ എൻ്റെ അച്ഛനെ നോക്കിയ പോലെ അവൻ നിന്നെ നോക്കിയേ, പക്ഷെ നിന്റെ അച്ഛനെ പോലെ അല്ല ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഇല്ലല്ലോ. എനിക്ക് അറിയുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ബെയിലിന്ന് ഇവൻ. ചാർലി നിനക്ക് അറിയാം, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. നീ അവനെ ചെന്ന് കണ്ട് സംസാരിച്ച് സോറി പറഞ്ഞ് കൂട്ടിയിട്ട് വാ എന്നും പറഞ്ഞ് ഇവൾ അവനെ പറഞ്ഞു വിടുന്നു. തുടർന്ന് ചാർലിയും അവരുടെ വീട്ടിലോട്ട് ഇല്ലാണ്. എടാ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്,
ഞാൻ സമ്മതിക്കുന്നു, ഐ എം വെരി സോറി, പക്ഷെ നീയായിട്ട് തുടക്കമിട്ടൊരു സാധനമുണ്ട്, ആ ഒരു ഫൈറ്റ് അത് നമുക്ക് തീർക്കാം ബാ എന്നിങ്ങനെ മാത്സിന് ഒരു ദിവസത്തേക്ക് വിട്ടു തരണം, ഞാൻ കറക്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടോളാം, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ ആൻറ്റിയും അതിന് സമ്മതിക്കുകയാണ്. ചാർലി ഇങ്ങനെ ഇതിനു മുമ്പ് ഇവരും കണ്ടിട്ടില്ല, സോ സർപ്രൈസ്ഡ് ആണ്. അങ്ങനെ ഫൈനലി WRBയുടെ ആ ഒരു ഫൈറ്റ് നൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരറ്റത്ത് തോൽവി എന്താണെന്ന് പോലും അറിയാത്ത സ്യൂസും ഇപ്പുറത്തെ അറ്റത്ത് നമ്മുടെ ആറ്റവും. വരാൻ പോകുന്ന ഫൈറ്റിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞ് തലേദിവസം നമ്മുടെ ഈ സ്യൂസിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ടക് മെഷീർ എടുത്ത ആൾക്കാർ ചോദിച്ചപ്പോൾ അവൻ ആ ഒരു റിപ്പോർട്ടേഴ്സിനെ അവിടെ നിന്ന് ഉന്തിയിട്ടിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുമായിരുന്നു. അങ്ങേരെ സംബന്ധിച്ച് ഇത് വലിയൊരു എംബാരസ്മെന്റ് ആയിട്ടാണ് അങ്ങേര് കാണുന്നത്. പുള്ളി ഏത് ലെവലാണ്, അങ്ങേരെയൊക്കെ ഒരു അണ്ടനെ അടകോടിലൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യാൻ ചാലഞ്ച് ചെയ്യാന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് എത്തി എന്ന് പറഞ്ഞിട്ട് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പുറത്ത് ആൾക്കാർ ബെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഫിന്നാണ്. ഇത് നമ്മുടെ ചാർലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള പാരസിലുള്ള മറ്റേ ഫിൻ ഉണ്ടല്ലോ അവൻ. കുറച്ചുപേര് സ്യൂസ്, കുറച്ചുപേര് ആറ്റം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബെറ്റിംഗ് നടക്കുക. അപ്പൊ അങ്ങോട്ട് വരുന്ന റിക്കി ആണെങ്കിലും അവനൊരു ബെറ്റ് വെക്കുന്നു. ആറ്റം ആ പാട്ടയൊന്നും ഒരു റൗണ്ട് പോലും ക്ലിയർ ചെയ്യത്തില്ല, ഞാൻ $100,000 ബെറ്റ് വെക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ബെറ്റ് വെക്കുന്നു. 100,000 ഷുവർ, യാ കളി കഴിഞ്ഞ് ക്യാഷ് നിങ്ങൾ നേരെ ഞാൻ ഇരിക്കുന്ന സീറ്റിന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സീറ്റ് നമ്പർ അടക്കം നമ്മൾ ഫിന്നിന് പറഞ്ഞു കൊടുത്ത് കമോൺ ബേബി ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞ് റിക്കി അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് മാച്ച് കാണാൻ വേണ്ടി ഉള്ളോട്ട് പോകുന്നു. ഈ ഒരു WRB ഫൈറ്റ് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ നിന്നായിട്ട് വന്നിട്ടുണ്ട്. ബെയിലി ഉണ്ട് അവിടെ, അതുപോലെ നമ്മുടെ മാത്സിൻ്റെ അങ്കിളും ആൻറ്റിയും ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാച്ചും സ്റ്റാർട്ടാവാണ്. എന്നാൽ ആദ്യത്തെ സ്യൂസിൻ്റെ പഞ്ചിൽ തന്നെ ആറ്റം അവിടെ വീണു പോവാണ്. വിട്ടുകൊടുക്കുന്നില്ല, ആറ്റം എഴുന്നേക്കുന്നുണ്ട്. എന്നാൽ എഴുന്നേറ്റ പാടെ സ്യൂസ് വീണ്ടും അടിച്ചിരുന്നു. വീണ്ടും എഴുന്നേക്കുന്നു, സ്യൂസ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. കാരണം സ്യൂസ് ആ ഒറ്റ റൗണ്ടിൽ തന്നെ കളി തീർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അവൻ ഓവർ പവർ ചെയ്യുന്നുണ്ട് നല്ലപോലെ. കോർണറിലിട്ട് അടിയോടെ കോർണറിൽ നിന്ന് മാറി ഗാഡിയെ എന്നൊക്കെ പറഞ്ഞ് ചാർലി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നെ നമ്മുടെ ആറ്റത്തിന് കേൾക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു ഓപ്പണിംഗ് പോലും കൊടുക്കാതെ സ്യൂസ് അവനെ അടിച്ച് വീഴ്ത്തിയിടുന്നുണ്ട്. റെഫറി കൗണ്ട് ഡൗണും സ്റ്റാർട്ട് ചെയ്യാണ്. മാച്ച് ആണെങ്കിലോ ആറ്റം ഗെറ്റപ്പ് എന്ന് പറഞ്ഞ് അലറുന്നു. ആ അലർച്ചയിൽ അവൻ എഴുന്നേക്കുന്നുണ്ട്. ദിസ് പോയിന്റ് അവിടെയുള്ള എല്ലാവരും സർപ്രൈസ് ആവുന്നു. കാരണം സ്യൂസിന്റെ ഇത്ര അടി വാങ്ങി അവൻ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതിനു മുമ്പ് ഒരു ബോട്ടും സ്യൂസിനെ ഇങ്ങനെ എതിർത്ത് നിന്നിട്ടില്ല. കാരണം എല്ലാവരും നോക്കൗട്ട് ചെയ്ത് അങ്ങനെ വീഴുവാണ്. ദേഷ്യം വരുന്ന സ്യൂസ് അടിക്കാന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് റൈറ്റ് അപ്പ് കട്ട് എന്ന് പറഞ്ഞ് ചാർലി പറഞ്ഞത് ആദ്യത്തെ അടി ലാൻഡ് ആവുന്നു. ആറ്റ അവിടെ നിർത്തിയില്ല, അടുത്ത പഞ്ച് കൊടുക്കുന്നു, അതും ലാൻഡ് ആവുന്നു. റൈറ്റ് ക്രോസ്, ബാക്കിലോട്ട് നിന്ന് അടുത്ത ക്രോസ്. എന്നാൽ കോർണറിലിട്ട് അടിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്യൂസ് അവിടെ നിന്ന് സ്ലിഡ് ആയിട്ട് ആറ്റത്തിന്റെ കോർണറിലോട്ട് ഇട്ട് അവൻ പഞ്ഞി കെട്ടു. ഡബിൾ ഹാൻഡ് അപ്പർ കട്ടൊക്കെ കൊടുത്ത് അങ്ങനെ തീർക്കാന്ന് പറഞ്ഞ് ഫൈനൽ പഞ്ച് അടിക്കുന്ന സമയത്ത് ടൈം അപ്പായി. അങ്ങനെ ആദ്യത്തെ റൗണ്ട് തീർന്നിരിക്കുകയാണ്. ഓർക്കുന്നുണ്ട്, ഒരുത്തൻ അവിടെ ബെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. ഫിന്നുവിന്റെ ആൾക്കാരും റിക്കിയുടെ സീറ്റിന്റെ അവിടെ വന്നിട്ട് തന്നെ അവനെ പൊക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ചുമ്മാ ഇരുന്നാൽ മതി, സീറ്റ് നമ്പറും കൂടെ പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങോട്ട് വരുത്തിച്ച് ഇവനാ. ബേബി ഡോണ്ട് വറി, ഒന്നും പേടിക്കാനില്ല, ഇത് ഞാൻ നോക്കിക്കോളാം, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ അടുത്ത റൗണ്ടുകൾ പോവുകയാണ്. ഓരോ റൗണ്ടിലും സ്യൂസ് ഭയങ്കര ഓവർ പവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിലൊക്കെ തന്നെ ആറ്റം തിരിച്ചടിക്കുന്നുണ്ട്. സ്യൂസിന്റെ അടിയെല്ലാം വാങ്ങിയ ശേഷം അവനെ തിരിച്ചടിക്കാൻ മാത്രമുള്ള ഒരു ബോട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സ്യൂസ് ടീമിന്റെ ഒരു സ്ട്രാറ്റജീസും ആറ്റത്തിന്റെ ദേഹത്ത് വർക്ക് ആവുന്നില്ല. ഈ 2 റോബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ത്രോസ് ചെയ്യുന്നുണ്ട്. 2 പേര് അടി വാങ്ങുന്നുണ്ട്, 2 പേര് അടി കൊടുക്കുന്നുണ്ട്. ആറ്റത്തിന് എന്തെങ്കിലും ഡാമേജ് ആകുമ്പോൾ ഇവർ അവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് അവനെ അടുത്ത റൗണ്ടിലോട്ട് പറഞ്ഞു വിടുന്നു. അങ്ങനെ 4th റൗണ്ടും തുടങ്ങിയ സമയത്ത് സ്യൂസ് അടിച്ച ഒരു അടിയിൽ വോയിസ് റെക്കഗ്നേഷൻ നമ്മുടെ ആറ്റത്തിന്റെ പൊളിഞ്ഞു പോകുന്നു. സോ ഇതിനുശേഷം ചാർലി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ ഇവനെയും കൊണ്ട്, അതായത് ആറ്റത്തിനെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ആ റൗണ്ടും ജസ്റ്റ് മിസ്സിന് ആറ്റം സർവൈവ് ആവുന്നു. അപ്പോൾ മാച്ച് ആറ്റത്തിന്റെ ഒരു വോയിസ് റെക്കഗ്നേഷൻ ഓഫ് ചെയ്തിട്ട് അവന്റെ ഷാഡോ ബോക്സിങ് ഓൺ ആക്കുന്നു. ചാർലി ഇവനെയും കൊണ്ട് കേൾക്കാൻ മാത്രമേ പറ്റാത്തുള്ളൂ, കാണാൻ പറ്റും. ഇവന്റെ ഷാഡോ ബോക്സിങ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, അതിലൂടെ കൺട്രോൾ ചെയ്യുക. മാത്സ് ഇത് ശരിയാവില്ല, ഞാനൊരു ഫൈറ്റ് ചെയ്തിട്ട് വർഷങ്ങളായി, ഡസൻ മാറ്റർ, നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻസ് ഇല്ല. ചാർലി ഒന്ന് അപ്പുറത്തോട്ട് നോക്ക്, സ്യൂസിന്റെ ടീം ഭയങ്കര ഡെസ്പറേറ്റ് ആണ്. ഷാഡോ മോഡിൽ ആറ്റത്തിന്റെ ലേറ്റൻസിയും കുറവാണ്. മാത്സിന്റെ നിർബന്ധത്തിലൂടെ ചാർലിക്കും വേറെ വഴിയില്ല, സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ടൊരു സീൻ ഉണ്ട് മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാർലി നേരെ ആറ്റത്തിന്റെ അടുത്ത് വന്നിട്ട്, എനിക്കറിയാം നിനക്ക് എന്നെ കേൾക്കാൻ പറ്റത്തില്ല എന്ന്, പക്ഷെ നിനക്ക് എന്നെ കാണാൻ പറ്റും, സോ ലുക്ക് ആറ്റ് മീ അല്ലെങ്കിൽ വാച്ച് മീ എന്ന് പറഞ്ഞിട്ട് ചാർലി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ടും സ്റ്റാർട്ട് ആവുകയാണ്. ചാർലി അപ്പുറത്ത് നീ കൺട്രോൾ ചെയ്യുന്ന കാര്യം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനൊരു പരിപാടി ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല. എന്നാൽ 2-3 പഞ്ച് സ്യൂസിന് കൊടുത്ത ശേഷം ചാർലി തിരിച്ചടിക്കുന്നില്ല, അവൻ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് തിരിച്ചടിക്കാത്ത എന്ന് പറഞ്ഞ് മാച്ച് വയ്ക്കുമ്പോൾ സമയമായിട്ടില്ല എന്നാണ് ചാർലി പറയുന്നത്. കളി കണ്ടുകൊണ്ടിരുന്ന ബെയിലിക്ക് കാര്യം മനസ്സിലായി, ഇവൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പുറത്തെ ടക്മിഷോട് തന്നെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു കളിക്കുന്ന മുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊക്കെ. സ്യൂസും അടിക്കുന്നുണ്ട്, പക്ഷെ ആ അടിയെല്ലാം തന്നെ ഇവൻ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ സ്യൂസ് മെല്ലെ മെല്ലെ ടയേർഡ് ആവുന്നുണ്ട്. അപ്പോൾ ചാർലി ഈ കൈ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ട്, വാടാന്ന് പറഞ്ഞൊരു വിളി, കിട്ടില്ല സാധനം വരുന്നത്. ദേഷ്യം വരുന്ന സ്യൂസ് എടുത്തിട്ട് അടിക്കുന്നുണ്ട് ആറ്റത്തിന്. ചാർലി എന്തേലും ചെയ്യും ഇങ്ങനെ അടി വാങ്ങാതെ എന്ന് പറഞ്ഞ് മാച്ച് പറയുമ്പോൾ സമയമായിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. സ്യൂസിനെ കണ്ടിന്യൂസ്ലി അടിച്ചോണ്ടിരുന്ന് പെട്ടെന്നുണ്ടാ അതിന്റെ ആ ഒരു പവർ കോർ ഡിപ്ലീറ്റ് ആവാൻ തുടങ്ങി. ഡയറക്റ്റാ ഇപ്പൊ നോക്ക് നീ എന്നും പറഞ്ഞിട്ട് ചാർലി ഒരു ഒറ്റ അടിയുണ്ട് മോനെ. ഇതാ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ചെറിയൊരു ഓപ്പണിംഗ് പോലും കൊടുക്കാതെ ആറ്റം അവനെ അടിച്ചിടുന്നുണ്ട്. സ്യൂസിന് ഇതിനു മുമ്പ് ഒരു ബോട്ട് പോലും ഇങ്ങനെ മാത്രം ഓവർ പവർ ചെയ്തിട്ടില്ല. ആൾക്കാരാണെങ്കിൽ ആറ്റം എന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ മറ്റേ സ്യൂസിന്റെ ഓണർ പെണ്ണുപിള്ളക്കാണ് ഈ കലി തുള്ളിയിട്ട് എന്തെങ്കിലും
എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ടക്മഷിയോട് തന്നെ നേരിട്ട് കളത്തിലോട്ട് ഇറങ്ങുന്നു. അപ്പം നമ്മുടെ ചാർലി റിങ് കറങ്ങി വന്നിട്ട് ഒരു ചാടി ഒരു പഞ്ചുണ്ട് മോനെ, മറ്റേ ഐക്കോണിക് അടി. ചാർലി ആണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷിക്കുന്നു. ചാർലിയുടെ സന്തോഷം കണ്ട് മാക്സും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇവർ രണ്ടുപേരും കണ്ട് വെളിയിരുന്ന നമ്മുടെ ബെയിലിയും ഭയങ്കര ഹാപ്പി ആവുന്നു. അങ്ങനെ അവസാനം ആറ്റം ഒരു കിഡിലൻ അപ്പർ പഞ്ചിൽ ജ്യൂസിനെ വീഴ്ത്തിയിടുന്നു. എന്നാൽ ജ്യൂസ് നോക്കൗട്ട് ആവുന്നില്ല, അവൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. വീണ്ടും ആറ്റം ജ്യൂസിനെ അടിക്കുന്നുണ്ട്. അടിച്ച് ജ്യൂസിനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും, പക്ഷേ ടൈം ഔട്ടായി. ജ്യൂസിനെ ഉണ്ടാക്കി ടക്മഷിയോടേക്കാണെങ്കിലോ ഭയങ്കര ദേഷ്യം വന്ന് പുള്ളി ആ ഒരു ഡിസ്പ്ലേ എല്ലാം തട്ടിപ്പൊട്ടിക്കുന്നു. അങ്ങനെ റിസൾട്ടും അനൗൺസ് ആവുകയാണ്, ജ്യൂസ് ആണ് ജയിക്കുന്നത്. കാരണം പഞ്ച് ലാൻഡ് ചെയ്ത ആ ഒരു പോയിന്റ്സ് എല്ലാം കൂട്ടിയിട്ട് ജ്യൂസിനാണ് പോയിന്റ് കൂടുതൽ. ബട്ട് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആറ്റം എന്തായാലും ജ്യൂസിനെ പപ്പടമാക്കിയിട്ടുണ്ടാവും. അത് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അത് ജ്യൂസിനെ ഉണ്ടാക്കി ടക്മഷിയുടെയും അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്നത്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഓണറോട് ചോദിക്കുമ്പോൾ, വെൽ ഞങ്ങൾ ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തതാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല, ജ്യൂസ് ഈസ് സ്റ്റിൽ അൺഡിഫീറ്റഡ് എന്നും പറഞ്ഞ് പുള്ളിക്കാരുത്. ഇത് കേട്ട് അവിടെയുള്ള ആൾക്കാർ കുറേ പേര് കൂവുന്നുണ്ട്. മിസ്റ്റർ ടക്മഷിയോടോ, നിങ്ങളുടെ ജ്യൂസ് അടി വാങ്ങിയതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ ചോദിച്ചവനെ ദഹിപ്പിക്കാൻ പാകത്തിനുള്ളൊരു നോട്ടം എല്ലാം നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ടക്മഷിയോടൊന്നും പറയാനില്ല. യെസ്, മാച്ച് അവിടെ കമോൺ. മാച്ച് ജയിച്ചത് ജ്യൂസ് ആണെങ്കിലും പീപ്പിൾ ചാമ്പ്യൻ ആയിട്ട് പറയുന്നത് ആറ്റത്തിനെയാണ്. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ് എന്ന് മാച്ചിനോട്. People's champion? Sounds pretty good to me. ഇങ്ങനെ ഒരു കിടിലുമായിട്ടാണ് ഈ ഒരു സിനിമ അവസാനിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പടം മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് ഞാൻ ഈ സിനിമ കണ്ട അതുവരെ ഞാൻ ആ ഒരു സമയത്ത് കണ്ട വൺ ഓഫ് ദ കൂളസ്റ്റ് ഫിലിം ഇതായിരിക്കും. പിന്നെ ഒരു ടിപ്പിക്കൽ റോബോ ബോക്സിംഗ് ഫിലിം അല്ലെങ്കിൽ ഒരു അണ്ടർഡോഗ് സ്റ്റോറി എന്നതിനപ്പുറമായിട്ട് ഇതിൽ അവർ കൊണ്ടുവന്ന ആ ഒരു അച്ഛൻ മകൻ ആ ഒരു ഡൈനാമിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ ഒരു ഫൈനൽ ഫൈറ്റ്, അത് ആക്ച്വലി ആ ഒരു ആറ്റം അവിടെ ഫൈറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറമായിട്ട് പണ്ട് ചാർലി അവൻ്റെ പ്രൈമിൽ നീക്കോ എന്ന് പറയുന്ന ആ ഒരു വേൾഡ് ചാമ്പ്യനെ നേരിട്ട് ആ ഒരു ഫൈറ്റ് റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബെയിലി പറയുന്നുണ്ട് എങ്ങനെയാ മാച്ച് തുടങ്ങി, ഒരു വാമപ്പ് മാച്ച് പോലെ തുടങ്ങി, പിന്നീട് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യന് തന്നെ ഒരു ടഫ് കൊടുത്തൊരു മാച്ചായിട്ട് പിന്നീട് മാറി. നീക്കോ ഓരോ പ്രാവശ്യം ചാർലി അടിച്ച് വീഴ്ത്തി ഇടുമ്പോഴും ചാർലി എഴുന്നേറ്റ് വന്ന് തിരിച്ചടിക്കാൻ പോകുന്നുണ്ട്. ലിറ്ററലായിട്ട് ചാർലിയുടെ ആ ഒരു അന്ന് നടന്ന ആ ഒരു മാച്ച് നമുക്ക് വേർബലായിട്ട് പറഞ്ഞു തന്നത് പിന്നീട് ആറ്റത്തിലൂടെ ആ ഒരു ഫൈറ്റിലൂടെ ഒരു സം കൈൻഡ് ഓഫ് വിഷ്വൽ റീക്രിയേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കിട്ടിലൻ ട്രാക്കും കിട്ടിലൻ ഫൈറ്റ് കോറിയോഗ്രഫി, ഫൈറ്റിന്റെ സ്റ്റേജിങ്, വരുന്ന ഓരോ ബോട്ടിന്റെ ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു ലുക്കും മറ്റേ പരിപാടി എല്ലാം ഒരു ഇൻ ആൻഡ് ഔട്ട് കൂള് പടം. എനിക്കിത് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്കിരുന്ന് കാണാറുണ്ട്.